ഒരുത്തട്ടോട് ഒപ്പിച്ചിട്ട് കേട്ടോ. ആ പെണ്ണൊരു പേടിപ്പിച്ചിട്ട് ഞങ്ങൾ അരമണിക്കൂർ 25 മിനിറ്റ് കൊണ്ട് കട്ടപ്പന വന്നു കേട്ടോ. ഈ കൈ മേലാത്ത എന്നെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച്, കൈ അനക്കാൻ മേലാതിരുന്ന എന്നെ കൊണ്ട് പറപ്പിച്ച് വണ്ടി ലൈറ്റ് വിട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ച് കാഷ്വാലിറ്റി വന്ന് ഡോക്ടറെ കണ്ടിട്ട് മമ്മി പേടിച്ച് പോയി. മമ്മി ഭയങ്കര കരച്ചിലായിരുന്നു, പേടിച്ച് അവിടെ കിടന്ന് കരഞ്ഞു പോയി മമ്മി. ഒരു ആശ്വാസമായി. 25 മിനിറ്റ് കൊണ്ടാണ് തോപ്രാണ്ടിയിൽ നിന്ന് കട്ടപ്പന വന്നത്. വണ്ടി ലൈറ്റ് ഇട്ട് ഉള്ള സ്പീഡിൽ പറ്റുന്ന സ്പീഡിലാണ് വണ്ടി ഓടിച്ച് ഇവിടെ വന്നത്. എന്താ സംഭവിച്ചതെന്ന് ഇനി പറയാം. നമ്മുടെ ഒരു സാധനം മറ്റേ ബാത്റൂമിൽ ഒഴിക്കുന്ന ഹാർപ്പിക് എന്ന് പറയുന്ന സംഭവം എല്ലാവരും പറയും സൂക്ഷിക്കണം ഇപ്പം ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യും. പക്ഷെ സംഭവിച്ചു പോയി. ആ സാധനം നമ്മൾ വാഷ് ബേസിനേൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഒരു കപ്പിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഡയലൂട്ട് ചെയ്ത് വാഷ് ബേസിന്റെ മേളിൽ കയറ്റി വെച്ചു. അന്നേരം വെച്ചതേ ഉള്ളൂ, ഉപയോഗിച്ചോണ്ടിരിക്കുവായിരുന്നു. നമ്മളെല്ലാം ചുറ്റും നിപ്പും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ അറിഞ്ഞില്ല. ഞങ്ങൾ ഇടയ്ക്ക് ഇവള് പോയി. ഇവിടെ കൈ അവിടെ എത്തുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഇവളെങ്ങനെയോ എത്തി ആ കപ്പയെ പിടിച്ചു, നേരെ മറിഞ്ഞ് അവളുടെ മുഖത്തേക്കാ വീണേ. അവള് പേടിച്ചിട്ട് അന്നേരം ഒറ്റ വലിച്ചു. വായിലോട്ട് പിള്ളേർ സാധാരണ ഈ വായൊക്കെ പൊളിച്ച് പിടിച്ചല്ലേ മേളിലോട്ട് ഇതാക്കുന്നേ. അപ്പോൾ വായി പോയോ, മൂക്കിലോട്ട് കൂടെ ഉള്ളിൽ പോയോ, കണ്ണിൽ വീണോ എന്നൊന്നും അറിയാൻ മേലാത്തൊരവസ്ഥയായി. ഇവള് പേടിച്ച് കിടന്ന് കാറി അത് മൊത്തം അതിലെല്ലാം വീണു. പെട്ടെന്ന് കൊണ്ട് മുഖം കഴുകി, 1-2 പ്രാവശ്യം മുഖം കഴുകി, പെട്ടെന്ന് പിന്നെ അവളെ കുളിപ്പിച്ച്. എന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. നമുക്ക് പേടി. കാരണം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആ സാധനത്തിന്റെ ആ ബോട്ടിൽ എടുത്ത് ഞാൻ നോക്കി. ഇത് നോക്കി ഭയങ്കര പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് സംഭവത്തിലുള്ളത്. അത് കണ്ണിൽ വീണ കണ്ണ് ഡാമേജ് ആകും, സ്കിന്നിൽ വീണ സ്കിന്ന് പൊള്ളും, പിന്നെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പോയിസൺ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ. എമർജൻസി ആയിട്ട് ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഡോക്ടറുടെ. അതായത് പോയിസൺ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം എന്നൊക്കെ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഭയങ്കര സീരിയസ് പ്രശ്നമാണ്. കാരണം ഇത് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റിയാക്ഷൻ ഉണ്ടാവണമെന്നില്ല. അതായത് ഒരു ദിവസം എൻ്റെ കയ്യിൽ പറ്റിയിട്ട് എൻ്റെ കൈ ഭയങ്കര ചൊറിച്ചിലും പൊള്ളലും ആയിരുന്നു. അപ്പം തന്നെ അത് പക്ഷെ ഡയലൂട്ടൊന്നും ചെയ്യാത്ത കേട്ടോ. അപ്പം തന്നെ അറിയാം അതിന് ഭയങ്കര എഫക്റ്റ് ആണ്. കാരണം ബാത്റൂമിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ബാത്റൂമിൽ മാത്രമേ ആ സാധനം ഒഴിക്കുള്ളൂ. വേറെ ഒരു കാര്യത്തിൽ ആ സാധനം നമ്മൾ എടുക്കേണ്ടതല്ല. മെറ്റൽ വരെ അത് തുരുമ്പിച്ച് അങ്ങനെയൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതൊക്കെ കണ്ടപ്പോഴേക്കും പിന്നെ പേടിയായി. നമുക്കറിയില്ലല്ലോ, ഭയങ്കര കരച്ചിലും ഉള്ളിൽ പോയാൽ നമുക്കറിയില്ല. കാരണം അവിടെ മേളിയെന്നല്ലേ വേറെ എവിടെന്നെങ്കിലും എടുത്ത് മറിച്ചിടുക തെറിക്കുകയൊക്കെയാണ് കുഴപ്പമില്ല. ഇത് നേരെ ഇപ്പോൾ കുഞ്ഞല്ലേ, വാഷ് ബേസിന്റെ കീഴേ അല്ല ഇരിക്കുന്നത്. അപ്പോൾ എത്തിപ്പിടിച്ചപ്പോൾ നേരെ മുഖത്തേക്ക് വന്ന് കൃത്യം വീണു. അപ്പോൾ പേടി കൊണ്ട് ഇങ്ങനെ വലിക്കുകയും ചെയ്തു. വായിലേക്കാണോ എതിലെയാണോ നമുക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. അപ്പം നമുക്ക് ഇപ്പോഴും അറിയത്തില്ല ഉള്ളിലോട്ട് വല്ല അംശവും പോയിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പേടിയായി. പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് അവളൊരു മയങ്ങി കിടക്കുമായിരുന്നു. പിന്നെ സാധാരണ വരുന്ന പോലെ വായക്കട വെള്ളമൊക്കെ ആയിരിക്കും വരുന്നത്. നമുക്ക് കാണുമ്പോൾ പേടിയാവുക, ഇങ്ങനെ പത വരുന്ന പോലെ തോന്നും. കുമളച്ച് വായിക്കട വെള്ളം വന്ന് അതൊക്കെ കാണുമ്പോഴത്തേക്കും സകല ജീവനും പോയിട്ട് പറന്നാ വന്നത്. ഇവിടെ വന്ന് കാഷ്വാലിറ്റി കാണിച്ചു. അപ്പം ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു മുഖം മേലൊക്കെ നല്ലപോലെ കഴുകിയോന്ന് ചോദിച്ചു. കുളിപ്പിച്ചോന്ന് ചോദിച്ചു. കുളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉള്ളില് ഇങ്ങനെ മുഖത്തേക്ക് വീണതായതുകൊണ്ട് ചിലപ്പം കുറച്ച് മാത്രമായിരിക്കും ഉള്ളിൽ പോയിട്ടുണ്ടാവുള്ളൂ. എന്നാലും ഒരു പീഡിയാട്രിഷ്യനെയും കൂടെ കാണിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ പീഡിയാട്രിഷ്യനെ ചീട്ടെടുത്ത്. പക്ഷെ കാണിച്ചൊന്നുമില്ല. അവര് തന്നെ പീഡിയാട്രിഷ്യനെ വിളിച്ചു വെച്ചപ്പോൾ പീഡിയാട്രിഷ്യൻ പറഞ്ഞു ഇപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല അതില്. കാരണം കൊച്ച് വൊമിറ്റ് ചെയ്യുകയോ നല്ലപോലെ ചുമയൊക്കെ വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവരണം. ചെറിയൊരു എമൗണ്ട് ഒക്കെ പോവുകയാണെങ്കിലും അങ്ങനെ വീണതുകൊണ്ട് പോകാൻ സാധ്യതയുള്ളൂ. അത് വലിയ കുഴപ്പം ഉണ്ടാവില്ല എന്നവർ പറഞ്ഞു. പിന്നെ ഇപ്പൊ ഇവിടെ പുറമേ നോക്കുമ്പോൾ അവർക്ക് വേറെ ആക്റ്റീവ് ഒക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെന്നാൽ ഉടനെ റിയാക്ഷൻ ഉണ്ടാവണമെന്നൊന്നുമില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. പല ഇങ്ങനത്തെ കെമിക്കൽസും പല രീതിയിലാണല്ലോ ബോഡിയിൽ അഫക്ട് ചെയ്യുന്നത്. നമ്മൾ പലതും ന്യൂസിലും അല്ലാതെ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഓരോ ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടൊക്കെ റിയാക്ഷൻ ഉണ്ടാകും. കുഞ്ഞല്ലേ, നമുക്കാണെങ്കിൽ പോലും
എഫക്ട് ചെയ്യും. കുറെ നാളുകളൊക്കെ എടുത്തായിരിക്കും അതിന്റെ പ്രശ്നം. അതേ തന്നെ എഴുതിയിട്ടുണ്ട് എന്തോ ലൈഫ് ലോങ് അങ്ങനെ എന്തോ ചിലതൊക്കെ അങ്ങനെ ചിലപ്പം അങ്ങനെയാ പ്രശ്നം വരികയാണൊക്കെ. ആ ബോട്ടിലെ തന്നെ അവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ ചെയ്യാന്, കഷ്ടകാലത്തിന് എന്താ പറയാ, കഷ്ടകാലം പിടിച്ച സമയം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയൊക്കെ നടക്കുന്ന. നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കാണ് നിൽക്കുന്ന ഇപ്പോഴാണ് ഓരോ അപകടങ്ങൾ വരുന്നത്. നമ്മള് ദൈവമേ, ഒരു മരണപ്പാച്ചിലായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നാമത് കൈ മേലെ ഇത്രയും ദിവസം ഇവള് സൂക്ഷിച്ച് കൊണ്ടുപോകണം തന്നെ വണ്ടി ഓടിപ്പിക്കലും ഇവള് ഗിയറിട്ടുകയും ഒക്കെ ചെയ്തിട്ടാണ് വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. ഞാനിങ്ങനെ പിടിക്കും, ഇവള് ഗിയറിട്ട് തരും. ഇന്ന് ഗിയറിട്ടില്ല, എന്നെ ഞാൻ വലിച്ചു പറിച്ച് ഗിയറി വറക്കായിരുന്നു. എൻ്റെ സർവ്വശക്തി, എനിക്ക് ഒരു വേദനയും തോന്നിയിട്ടില്ല ഈ സമയം വരെ. എൻ്റെ സർവ്വ വേദനയും പോയി. വേദന ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ എനിക്കറിയാം. നമ്മുടെ ചിന്തയും മൈൻഡും ഒക്കെ മാറിപ്പോയിട്ട് ബോട്ടിൽ അങ്ങനെയും കൂടെ കണ്ടപ്പോ നമുക്ക് പേടിയായിപ്പോയി. അത് വീണ് കണ്ട് കഴിഞ്ഞപ്പോഴാണ് അത് അപകടകാരിയാണ് സംഭവം എനിക്ക് നമുക്ക് അറിയാമായിരുന്നു. സംഭവം ഭയങ്കര ഡേഞ്ചർ സാധനമാണെന്നറിയാം, പക്ഷെ അതിന്റെ ഉള്ളിൽ അതും കൂടെ നമ്മളിത് വായിച്ചു നോക്കിയപ്പോഴാണ് അതിന്റെ ഒരു പെട്ടെന്ന് ഞാൻ എടുത്തത് വായിച്ചു നോക്കിയ ബോട്ടിൽ എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന്. ഞാൻ അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടാ പോകുന്നത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ ഫോട്ടോ ഒന്നും ചോദിച്ചില്ല, അവർക്കറിയായിരിക്കും. അവര് ഇങ്ങനെ പറഞ്ഞു തന്നേരം കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുവാണ്. കാരണം എന്തായാലും ഞങ്ങള് കുറച്ച് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഉടനെ എന്തായാലും പോകുന്നില്ല. കാരണം എനിക്ക് വേറെ ഒന്നുമല്ല, നമ്മുടെ അവിടെ ഓടി എത്തണമെങ്കിൽ എന്തായാലും അരമണിക്കൂർ സമയം എടുക്കുമല്ലോ. അപ്പം ടെൻഷൻ അടിച്ച് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക്, എനിക്ക് ഇവിടെ ആശുപത്രിയുടെ പരിസരത്ത് എത്തണമെന്നേ ഉണ്ടായിരുന്നല്ലോ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണമെന്നില്ല. ഇതിന്റെ അടുത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കൊച്ചിനെ കയറ്റി കാണിക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പം തിരിച്ചു പോകുന്നില്ല, കുറെ കഴിഞ്ഞിട്ട് നോക്കിയിട്ടൊക്കെ ഉള്ളൂ. ഇല്ലെങ്കിൽ അവരിവിടെ ഉണ്ട്, അവരുടെ അടുത്ത് നിൽക്കും. അങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് അന്നേരം തന്നെ അങ്ങനെ തന്നെ വിചാരിച്ചോണ്ട് ഫോണിന്റെ ചാർജർ വരെ അപ്പൊ തന്നെ എടുത്ത് വണ്ടിയിലേക്ക് എടുത്തിട്ടു. ആരോടും ഞാൻ പറഞ്ഞില്ല, ഇവരോടും പറഞ്ഞില്ല നിൽക്കുന്നത്. എന്റെ മനസ്സിലപ്പോ തോന്നി ചിലപ്പോ അവിടെ നിന്നാലുണ്ട്. കാരണം ഈ ടെൻഷൻ പിടിച്ചുള്ള വണ്ടി ഓടിക്കൽ കിലോമീറ്റർ 25 കിലോമീറ്റർ ഓടി എത്താന്ന് പറഞ്ഞാൽ കുഞ്ഞാണ്. അതിന് നമ്മൾ വലിയവരെ പോലെ അല്ലല്ലോ സ്പീഡിൽ അത് എഫക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്തായാലും നോക്കി ഛർദി ഉണ്ടോ. മമ്മി പേടിച്ചു പോയി, മമ്മി ഭയങ്കര കരച്ചിലായിരുന്നു, പേടിച്ച് അവിടെ കിടന്ന് കരഞ്ഞു പോയി. മമ്മി ഇപ്പോഴും വിളിച്ചപ്പോഴും മമ്മി കരയുന്നുണ്ട്. മമ്മിക്ക് ഭയങ്കര ടെൻഷനായി പോയി. നമ്മൾ ആരും വിചാരിക്കുന്നില്ലല്ലോ അങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് മമ്മിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി പോയി. മമ്മി വേഗം എടുത്തോണ്ട് പോയി മുഖം കഴുകി കുളിപ്പിച്ച് കൊണ്ടുവന്നു. മമ്മി ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഒന്നും മിണ്ടാനായിട്ട് എനിക്ക് പോലും ശ്വാസം നേരെ എനിക്ക് ടെൻഷനാണോ, എനിക്ക് എനിക്ക് വട്ടായിപ്പോയി. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നുണ്ടായത് ആദ്യക്കുട്ടന് വീണിട്ട് അത് ഇതിലും ഭയങ്കരമൊന്നുമില്ല. ഇത് ഈക്വൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഏതാ ഭയങ്കരം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുമല്ലേ. ഇത് അത് നമ്മള് മുക്കി കൂടെ ബ്ലഡ് വരുന്ന കണ്ടു. അത് മുക്കി കൂടെ തലയിടിച്ച് വീണിട്ട് 7 മാസം പ്രായമാസം 6 മാസം അല്ലേ കട്ടിലേന്ന് താഴെ പോയിട്ട് മുക്കി കൂടെ ബ്ലഡ് വരെ നമ്മൾ കണ്ടു. വണ്ടി പോയ വഴി ഛർദിച്ചു, പോയ വഴിക്ക് വണ്ടിയിൽ ഇരുന്ന് ഛർദിച്ചു. ഇതും അതേ സീരിയസ്നെസ് ഉണ്ട് ഈ സാധനത്തിലും. കാരണം നമ്മൾ ഒരിച്ച് ഇത് വീണത് ഒരു അളവ് കൂടുതൽ ഉള്ളിലോട്ട് പോയാൽ ഉണ്ടാകുന്ന നമുക്ക് ഒരിക്കലും പിടിച്ചാൽ കിട്ടിയാലോ നമുക്കറിയാം അത് ജീവനെ ബാധിക്കുന്ന കാര്യമാണ്. നമുക്ക് ഒരു കൈയൊടിയോ കാലൊടിയോ ചെയ്യുന്നവരല്ല. അയ്യോ എൻ്റെ അമ്മ. കാരണം അതെല്ലാം ആ ഡേഞ്ചർ ആ സാധനത്തിന്റെ പുറത്ത് അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചത്. ഞാൻ അതുകൂടെ കണ്ടപ്പോഴത്തേക്കായിരിക്കും നമ്മൾ ഹാപ്പിക്ക് ഡോക്ടർ വാഷ് അല്ലേ ആ സാധനം, അതിന്റെ പേര് ഡോക്ടർ വാഷ്. ഞാൻ ഒരു ഫോട്ടോ എടുത്തപ്പോൾ ആ സാധനത്തിന്റെ അത് ആ ഫോട്ടോ ഒന്ന് കാണുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കണം. ഞാൻ പെട്ടെന്ന് അത് ഗൂഗിൾ ചെയ്ത് അന്നേരപ്പം തന്നെ സെക്കൻഡ് വെച്ച് തന്നെ ഞാൻ നോക്കി. അയ്യോ, കാരണം അവരത് അത്രയും എഴുതി വെക്കുമ്പോൾ അതങ്ങനെയാ. കാരണം ബാത്റൂമിൽ ഒഴിച്ച് അതിനുള്ളിലോ കീടങ്ങളൊക്കെ ചത്തു പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവം അല്ലേ സാധനം. അത് നല്ല തെളിഞ്ഞു വരികയല്ലേ അതെല്ലാം. അതായത് എന്ത് അഴുക്കുണ്ടേലും അത് ഫുള്ള് ഇത് ലയിപ്പിച്ച് കളയും. അതാ പറഞ്ഞ ഒരു കളമാശിനി എടുത്ത് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്ട് എങ്ങനെയാ. മറ്റേ ഗ്രീഷ്മ മറ്റേ ചെറുക്കന് കളനാശിനി ജ്യൂസിനകത്ത് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലത് പതുക്കെ 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 നമ്മുടെ ഓരോ ദ്രവിപ്പിച്ച് കളയും. ആ ഒരു എഫക്റ്റാണ് ഇതും ദ്രവിപ്പിക്കുന്നത്. അതിൽ എഴുതിയിട്ടുണ്ട് മറ്റേ ഇരുമ്പിന്റെ ഇതൊക്കെ ഉണ്ട്, തുരുമ്പിന്റെ ഒക്കെ ഉണ്ട്. ഇയാളെ ലോഹങ്ങൾ വരെ ദ്രവിച്ചു പോകുന്ന എഴുതിയിട്ടുണ്ട്. അയ്യോ,
കണ്ണി പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാഴ്ച പോകും. ഉറപ്പാണ്, കണ്ണിൽ വീണാ കാഴ്ച പോകും. പക്ഷെ വീണു, കണ്ണിലൊക്കെ വീണു, പക്ഷെ ഡൈലൂട്ട് ചെയ്തിരുന്നതുകൊണ്ട് അത്ര എഫക്റ്റ് ആയില്ലെന്നാ എനിക്ക് തോന്നുന്നേ. എന്തായാലും ഒരു കപ്പ് വെള്ളം ഉണ്ടായിരുന്നോ? എനിക്ക് അറിയത്തില്ല ചായ. ഞാനത് വീഴുന്നുണ്ട്, ചെറിയ നീല കളർ സാധനം വീഴുന്നുണ്ട്. നീല കളർ വീണപ്പോ ഞാനും കണ്ടു നീല വെള്ളം. അന്നേരം പെട്ടെന്ന് മണവും കൂടി അടിച്ചപ്പോഴത്തേക്ക് ദൈവം ഇത് പണി പാടില്ല, ഈ സാധനം വേറെ ആണല്ലോ എന്ന് ഞാൻ ഓർത്തില്ല. എൻ്റെ അമ്മേ, അങ്ങനെ എന്തായാലും ഇപ്പൊ ഇതുവരെ ഒരു പ്രശ്നമൊന്നും ഇല്ല. അവള് ഇപ്പൊ ആക്റ്റീവാണ്. എന്റെ കുഞ്ഞ് ഓരോ പേടിപ്പിക്കില്ല, നിങ്ങൾ പേടിപ്പിക്കുന്നു. നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തവരാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ വരുമെന്ന് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്ത് കൈയും കെട്ടിയിരുന്നു. ഞാൻ കട്ടപ്പന പോകുന്നു വരുന്നു പോലും മീൻസ് ഇപ്പൊ ഒന്നും ഇടയ്ക്കൊന്നും വരരുതെന്ന് ആലോചിച്ചോണ്ടിരുന്നു. സാധനം മേടിക്കാനൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഇടയ്ക്കൊക്കെ ഹൈപ്പർ മാർട്ടിൽ വന്ന് അതുകൊണ്ട് തൽക്കാലം നമ്മൾ തോപ്പങ്ങാടിലൊക്കെ പോയി മേടിച്ചോണ്ടിരുന്നു. കാരണം ചെറിയ സാധനങ്ങൾ അത്യാവശ്യമുള്ളത് പക്ഷെ ഇങ്ങനെ കൈയൊന്നുമല്ല. അവിടെ തല പോയാലും നമ്മൾ എത്തും. അത് നമുക്ക് ഒത്തിരി ജീവനുണ്ട്, നമ്മൾ എത്തിയിരിക്കും, എവിടെയാണെങ്കിലും എത്തിക്കും. പക്ഷെ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ്. ഞങ്ങളിപ്പോൾ അവരുടെ അടുത്തേക്ക് പോവാണ്. ചെന്നിട്ട് തീരുമാനിക്കും പോണോ വേണ്ടതെന്നുള്ളത്. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക, പ്രാർത്ഥിക്കുക. കാരണം ഇങ്ങനെ കാണുന്നതിലൊന്നും എനിക്കൊരു ഇതില്ല. എപ്പോഴും മനസ്സമാധാനം പറഞ്ഞെങ്കിൽ ഒരാഴ്ച എടുക്കും. ഒരാഴ്ച കൊണ്ട് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക, ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെ തന്നെ നമുക്ക് കഷ്ടകാലം പിടിച്ച സമയമാണ് ഇപ്പൊ, അതുകൊണ്ട് ഈ മാസം കഷ്ടകാലം ആശുപത്രിയിലും ഇന്നും മാറാൻ സമയമില്ലാത്തൊരു ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓരോ ദുസ്സൂചനകൾ എനിക്ക് തോന്നലുണ്ടായിരുന്നു ഈ മാസം എന്നല്ല, എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള തോന്നലുകൾ രാവിലെയും രാത്രിയിലൊക്കെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അതും പിള്ളേരുമായിട്ട് ബേസ് ചെയ്ത് ഓരോന്ന്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ളതാണ് നമുക്ക് ചില സമയത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അത് ഇച്ചായന്റെ മനസ്സിൽ ഇങ്ങനത്തെ ദുസ്സൂചന എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഇതിന് മുന്നേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നി അത് നടക്കും. നടക്കും. അല്ല, ഞാൻ എന്തെങ്കിലും ചിലത് തോന്നിക്കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് ഞാൻ ചില സമയത്ത് തന്നെ ഞാൻ പറയും. ചിലത് പറഞ്ഞില്ലേലോ നടക്കുന്നത്, പറഞ്ഞാൽ നടക്കില്ല. എന്തായാലും എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. എന്താ പറയാ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ. അതെ. അതാ എനിക്ക് ഇന്നലെയൊക്കെ ഞാൻ നശിച്ച ഓരോ സ്വപ്നങ്ങൾ കാണുവേ. നമ്മുടെ മനസ്സിൽ അങ്ങനെ ആയതുകൊണ്ടും കൂടി ആയിരിക്കും നമ്മുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല. എന്തോ എനിക്ക് അറിയില്ല. 2 ദിവസമായിട്ട് ഞാൻ അങ്ങനത്തെ സ്വപ്നങ്ങൾ കണ്ടേ. വീഡിയോ അതെ, ശരി, ഓക്കെ, നമുക്ക് പിന്നെ കാണാം. എല്ലാവരും പ്രാർത്ഥിക്കണേ, കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞിപ്പെണ്ണിന് ഞങ്ങളുടെ അല്ലേ ശരിയെന്നാ.